നമുക്ക് അല്പസമയം കർത്താവിന് മഹത്വം അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പരിശുദ്ധ പിതാവേ, നന്ദി, നന്ദി, നന്ദി. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. സർവശക്തരായ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സർവശക്തനെ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, 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 വാഴ്ത്തുന്നു. മഹത്വം അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു പിതാവേ. സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്ക് പ്രാർത്ഥിച്ച് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കാം. മഹാപരിശുദ്ധനും സർവശക്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ നല്ല സന്ധ്യാവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കാവേ, പ്രാർത്ഥനാധ്വനിയുടെ ഈ ആലപ്പുഴ യൂണിറ്റിന്റെ പ്രാർത്ഥനാ സംഗമം കാവേ ഞങ്ങളിവിടെ ആരംഭിക്കുകയാണല്ലോ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓൺലൈനായി കർത്താവേ, ഞങ്ങൾ അവിടെ ഇവിടങ്ങളായി ഭവനങ്ങളിലും മറ്റ് ഓഫീസുകളിലൊക്കെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ല പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൂടെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കുമാറാക്കണമേ. ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഞങ്ങളെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേണ്ടി, സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കുമാറാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നല്ല ദൈവത്തിന്റെ വചന ഞങ്ങൾ ഇന്ന് കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കണമേ. അതിനായി നിയോഗിക്കപ്പെട്ട ദേവദാസനെ ദൈവശക്തമായി ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ സ്തോത്രം നാനാഭാഗങ്ങളിൽ നിന്നും കർത്താവേ, ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ ഞങ്ങൾ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമാറാക്കണമേ. ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകവും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾക്ക് ദൈവത്തെ പാടി ആരാധിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മിനിറ്റ് ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാനായി നമ്മളെ ആലപ്പുഴ കോർഡിനേറ്റർ ആയിരിക്കുന്ന കുഞ്ചുമോൻ തോമസിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. അദ്ദേഹം എല്ലാവർക്കും ഒരു വാക്കിലെ സ്വാഗതം ചെയ്യും. അതിനുശേഷം കർത്താടദാസൻ സുശേഷൻ റെയ്നോൾഡിന്റെ നേതൃത്വത്തിൽ നമ്മളെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി തീരട്ടെ. കുഞ്ഞുമോൻ തോമസിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സ്തോത്രം ചെയ്യുന്നു. ആലപ്പുഴ ചാപ്റ്ററിന്റെ ഇതിന്റെ നമുക്ക് മീറ്റിംഗായി ഒരുമിച്ച് പോകാനൊക്കെ ദൈവം കൃപ ചെയ്തല്ലോ. ഇന്ന് ഈ രാത്രി വേളയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകാൽ നമ്മുടെ പ്രാർത്ഥനാ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവറുകൾ, അദ്ദേഹം ഒരു യാത്രയിലായിരിക്കുന്നതോടെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം ഈ മീറ്റിംഗിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിദാസനെയും കുടുംബത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ കേരള ചാപ്റ്ററിന്റെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ സാമുവൽ പാസ്റ്റർ അവരുടെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള പ്രാർത്ഥനാധ്വനി ചാപ്റ്റേഴ്സിലുള്ള എല്ലാ ചെയർമാൻമാരെയും അവിടെയുള്ളതായ എല്ലാ കോർഡിനേറ്റേഴ്സിനെയും എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനാ സഹകാരികളെയും പ്രത്യേകാൽ ഭാരതത്തിലെ ഉടനീളമുള്ളതായ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരെയും അതുപോലെ തന്നെ ആലപ്പുഴ ചാപ്റ്ററിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ ഒരു ചുരുക്കം വാക്കുകളിൽ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ ആയിരിക്കും കർത്താവിദാസൻ റെയ്നോൾഡ് തുടർന്നുള്ള പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം കൊടുക്കും. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ധ്വനിയുടെ ആലപ്പുഴ ടീമിന്റെ പ്രാർത്ഥനയുടെ ഒരു മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണല്ലോ. എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തെ പാടി ആരാധിക്കുവാൻ എന്നൊക്കെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണല്ലോ. ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് സന്തോഷിപ്പാന്നൊക്കെ ദൈവം സഹായിക്കും. ഒരു ഗാനത്തിൽ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാന്നൊക്കെ ദൈവത്തെ ആരാധിപ്പാന്നൊക്കെ നമ്മളെല്ലാവരും കൂട്ടുവരുത്തില്ല. നമുക്ക് ആദ്യമായിട്ട് ഒരു പാട്ടുപാടാം. ദൈവം ആരാധനക്ക് യോഗ്യനായ ദൈവമാണ്. അവൻ നമ്മുടെ കണ്ണിന്റെ കണ്ണുനീരിനെ തുടക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാന്നൊക്കെ രാത്രിയിൽ നമുക്ക് അവസരം നൽകിയല്ലോ. ആരാധ്യൻ യേശുവര ആണെന്ന് ഞാൻ പാട്ട് നമുക്ക് ചേർന്ന് പാടി കേൾക്കാവോ? 8:25 വരെ ആയിരിക്കും നമ്മുടെ വർഷിപ്പ് ടൈം. ഓക്കെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമൻ ഹൃദയത്തിലാനന്ദമേ. തേജസ്സേറും നിൻമുഖമൻ ഹൃദയത്തിലാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. നമ്മുടെ കണ്ണുനീരിനെ തുറക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിപ്പാൻ തക്കോണം ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ കണ്ണുനീരിനെ തുറക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പാടുമ്പോൾ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന കരം നമ്മളെ കൂടെയുണ്ട് എന്ന ആശയം എന്നുള്ള പാട്ടാണ് നമ്മളിപ്പോൾ പാടിയത്. നമുക്ക് എല്ലാവർക്കും കൈകൾ അടിച്ച് ചേർന്ന് പാടി സ്തുതിക്കാം. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചവരെല്ലാം സ്തുതിച്ചിടട്ടെ എന്നുള്ള ഗാനങ്ങളാണ് നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാകുന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ,
ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഗന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിൻ ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിൻ ആരാധന. മോറിയാമലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിൻ ആരാധന. മോറിയാമലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന യാഗന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. യാഗോബെന്ന കടവിറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിൻ ആരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിൻ ആരാധന. കാരാഗൃഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിനാരാധന. കാരാഗൃഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന യാഗന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമി മന്ന ദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിൻ ആരാധന. മരുഭൂമിൽ മന്ന ദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിൻ ആരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന. ആരാധന ആരാധന യാഗന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന
ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന അമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിൽ ആരാധന അമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിൽ ആരാധന ആമേൻ ആരാധന ആരാധന യാഗന്ന ദൈവത്തിൽ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന മോറിയാമലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിൽ ആരാധന മോറിയാമലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിൽ ആരാധന ആമേൻ ആരാധന ആരാധന യാഗന്ന ദൈവത്തിൽ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ആരാധന ആരാധന യാഗന്ന ദൈവത്തിൽ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഗന്ന ദൈവത്തിൽ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. പ്രൈസ് ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ. ദൈവത്തെ പാടി ആരാധിപ്പാൻ തക്കവണ്ണം നമ്മളെ ബലപ്പെടുത്തിയ വലിയ കൃപകളോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ഇത്രത്തോളം നമുക്ക് പാടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. വീണ്ടും ദൈവത്തെ സ്തുതിപ്പാൻ വേണ്ടി അവസരമുണ്ടല്ലോ. ആ ഗാനങ്ങൾ ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. വളരെ ആത്മീയമായ സന്തോഷത്തോടെ ആത്മനിറവിൽ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തു. തുടർന്ന് ചില മിനിറ്റുകൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുകയാണ്. നമ്മൾ നേരത്തെ എല്ലാവർക്കും ഒരു വാക്കിൽ സ്വാഗതം പറഞ്ഞതാണ്. ഇനിയും ചിലരൊക്കെ വീണ്ടും കയറിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ലോകത്തെമ്പാടും വല്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം, ഞാൻ എന്റെ നടുവ് ഇന്നലെ ഉളുക്കി. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആശുപത്രിയിലായിരുന്നു.
എനിക്ക് നടക്കാനും ഇരിക്കാനും ഒന്നും മേല. 4 ഇഞ്ചക്ഷനോളം ഏണിനെടുത്ത് ട്രിപ്പിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന കട്ടിലെ തന്നെ. എനിക്ക് നടക്കാനും എഴുന്നേക്കാനും ഇരിക്കാനും ഒന്നും മേലാത്തൊരവസ്ഥ. ഞാന് എന്റെ നടുവ് 3-4 ദിവസമായിട്ട് ഉളുക്കിയിരിക്കുവായിരുന്നു. ഇന്നലെ അത് കൂടി ആശുപത്രിയിലായിരുന്നു, രാത്രി മുഴുവൻ ആശുപത്രിയിലായിരുന്നു. ഇഞ്ചക്ഷൻ പ്രാർത്ഥിക്കാം. നമ്മളെ മിഷൻ കോർഡിനേറ്റർ ആണ് പ്രിയ സാബു തോമസ്. അദ്ദേഹം നടുവിന് വേദനയാൽ വളരെ ഭാരപ്പെട്ട് ഇപ്പോൾ ആയിരിക്കുന്നു. നമ്മൾക്ക് പ്രത്യേകം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത് ഓർത്തുകൊണ്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ ആനുകാലികമായ വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ നടക്കുന്നു. നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങൾ വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. മാത്രമല്ല നമ്മുടെ ഇടയിൽ അനുഭവിക്കുന്നവർ അനേകരുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം മുമ്പിൽ നമ്മൾ ഉണ്ട്. ഏകദേശം 8:40 വരെ ഉള്ള സമയങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയം വേർതിരിക്കുകയാണ്. ആ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് നമ്മളെ ആലപ്പുഴ യൂണിറ്റിന്റെ പ്രയർ കോർഡിനേറ്റർ ആയിരിക്കുന്ന, അപ്പോൾ തന്നെ ആലപ്പുഴ വെസ്റ്റ് സെന്റർ തൂക്കുവളം സഭയിലെ ശുശ്രൂഷകൻ ഇവാഞ്ചലിസ്റ്റ് PS ജോസഫാണ് ഈ പ്രാർത്ഥന ഇവിടെ ലീഡ് ചെയ്യുന്നത്. കൊണ്ട് അദ്ദേഹത്തെ തുടർന്ന് അതിനുവേണ്ടി ക്ഷണിക്കുന്നു. 8:40 വരെയുള്ള സമയത്ത് നമുക്ക് എല്ലാവർക്കും മാറി പറ്റുമെങ്കിൽ ഓരോരുത്തരുടെ പേര് പറയുമെങ്കിൽ അവർ സമയം കളയാതെ ആ പേര് വിളിക്കുന്നവരെ പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതായിരിക്കും. അറിയാൻ പാടില്ലെങ്കിൽ മറ്റുള്ളവർ കൂടെ പെട്ടെന്ന് പ്രാർത്ഥിച്ച് സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കായിട്ട് പ്രാർത്ഥിപ്പാടിയായി തീരട്ടെ. അതിനായി PS ജോസഫിനെ മുമ്പോട്ട് ക്ഷണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും കേൾക്കാവോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോമിൽ വീണ്ടും പ്രാർത്ഥിപ്പാൻ ദൈവാവസരം തന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് വീണ്ടും ഇപ്രകാരം ഒരു സൂം മീറ്റിംഗിൽ പ്രയർ ലീഡ് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. വീണ്ടും ആലപ്പുഴ ചാപ്റ്ററിന്റെ പ്രവർത്തനത്തോട് അനുബന്ധിച്ച് ഈ പ്രാർത്ഥന നയിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ആലപ്പുഴ ലോക്കലിന്റെ ചെയർമാനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ മാത്യു ബെഞ്ചമിൻ പാസ്റ്റർ, ഇതിനെ മുന്നിൽ നയിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ബ്രദർ, മറ്റുള്ള ദേവദാസന്മാർ, ഇന്നത്തെ ഗാന ശുശ്രൂഷ നിർവഹിച്ച കർത്താവിന്റെ ദാസൻ, ശാരീരികമായി സുഖമില്ലാതിരിക്കുന്ന ദേവദാസൻ, മറ്റ് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും തിരുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥന എന്നുള്ളത് ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും നിർവഹിപ്പാൻ തക്കതായ ഒരു ശുശ്രൂഷയാണ്. ഒരാലയത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചേർന്ന് വരുമ്പോൾ മാത്രമല്ല പ്രാർത്ഥന, നമുക്ക് എല്ലാ സാഹചര്യത്തിലും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യേശുദമ്പുരാൻ അങ്ങനെ തന്നെ പറഞ്ഞത്, മടുപ്പ് വരാനുള്ള ശുശ്രൂഷ, മടുത്തു പോകാൻ സാധ്യതയുള്ള ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഓർപ്പിക്കുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ. വിശേഷാൽ ഈ പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വിലയേറിയ ദാസൻ ബെൻസൺ ദാനിയേൽ പാസ്റ്ററുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഒരു ശുശ്രൂഷയാണിത്. ഇതിനെ എത്രത്തോളം വിവിധ രാജ്യങ്ങളിലേക്ക് പടരുവാൻ, പന്തലിപ്പാൻ കർത്താവ് സഹായിച്ചു. കേരളത്തിലും വിശേഷാൽ നമ്മുടെ ജില്ലയായ ആലപ്പുഴയിലേക്ക് എത്തുവാൻ ദൈവം ഇതിനെ സഹായിച്ചു. ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബെൻസൺ ദാനിയേൽ പാസ്റ്റർക്ക് വേണ്ടി, വിശേഷാൽ കേരള ചാപ്റ്ററിന്റെ ചെയർമാൻ ഹാർട്ട്ലി സാമുവൽ പാസ്റ്റർക്ക് വേണ്ടി, തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾ എന്നും ഭംഗിയായി മുമ്പോട്ട് പോകാൻ, ഇതിലൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അനേകർക്ക് ആശ്വാസമായി മാറുവാൻ, പ്രാർത്ഥനാ വീരന്മാരെ ഇതിലൂടെ എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് നമുക്ക് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ മാത്യു ബെഞ്ചമിൻ പാസ്റ്റർ തന്നെ ഇന്നത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാവരുടെയും വിശേഷാൽ ഈ നേതാക്കന്മാരെ ഓർത്ത്, നമ്മുടെ പ്രാർത്ഥനാധ്വനിയുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ദേവദാസന്മാർ, പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങളുള്ള രാജ്യങ്ങൾ, എല്ലാറ്റിനെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശേഷ കർത്താവിന്റെ ദാസൻ ഈ വിഷയത്തെ ഓർത്തിപ്പോൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവെ, നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിങ്ങൾ കർത്താവെ, ആലപ്പുഴ ചാപ്റ്റർ യൂണിറ്റിന്റെ ഈ പ്രാർത്ഥന ഇവിടെ ആരംഭിച്ചിരിക്കുകയാണല്ലോ. അനുഗ്രഹപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബെൻസൺ ദാനിയേൽ പാസ്റ്റർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ശാമുവേൽ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, മനോജ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന സ്തോത്രം മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്തോത്രം ലീഡ് ചെയ്യാനുള്ള കൃപ
നിന്റെ ദാസന ദൈവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാക്കണമേ. ഞങ്ങളിവിടെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ, വിടുതലുകൾ നടക്കുവാൻ ദൈവം സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശാൽ ഞങ്ങളെ അവരുടെ ദാസനായിരിക്കുന്ന സാബു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ മകൻ സുഖമില്ലാതിരിക്കുന്നല്ലോ, നടുവേദനയാൽ ഭാരപ്പെടുന്നല്ലോ. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഈ സമയം തന്നെ കർത്താവിന്റെ ഇവിടെ വ്യാപരിച്ച് പൂർണ്ണമായ വിടുതല് ദൈവം കൊടുക്കുന്നതോടെ നന്ദി പറയുന്നു. കർത്താവ് നന്ദി. ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാക്കുന്നവർക്ക് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശേഷിച്ച് വെറും 15-16 രാജ്യങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥന ധ്വനിയുടെ പ്രവർത്തനങ്ങളുള്ളത്. ലോകരാജ്യങ്ങളിൽ മുഴുവനിലേക്ക് ഈ പ്രാർത്ഥനയുടെ ശാഖ വളരേണ്ടതിന് വേണ്ടി പന്തലിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേരളത്തിൽ 3-4 ജില്ലകളിലെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ എല്ലാ ജില്ലകളിലേക്കും പ്രവർത്തനം വ്യാപിക്കണം. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും 4ഓളം സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉള്ളത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനം വ്യാപിക്കണം. പ്രാർത്ഥിക്കുന്ന ശക്തന്മാരെ എഴുന്നേൽപ്പിച്ച്, വിശ്വസന്മാരെ എഴുന്നേൽപ്പിച്ച്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടതിന്, ഈ പ്രവർത്തനം എന്ന് ഉതകേണ്ടതിന്, ശേഷിച്ച ലോകരാജ്യങ്ങൾ എല്ലായിടങ്ങളിലേക്കും ഇതിന്റെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കേണ്ടതിന് തോമസ് ബ്രദർ ഈ വിഷയത്തിനായി ഇപ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ മഹാപരിശുദ്ധനായ സ്വർഗ്ഗപിതാവേ, നല്ല രാത്രി സമയത്തിനായ നന്ദിയോടെ പിന്നെയും കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ദാസൻ പറഞ്ഞതായ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സ്തോത്രത്തോടെ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം ആയിരിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള എല്ലാ പ്രാർത്ഥനാ സഹകാരികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകാൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൻ ഡാനിയേൽ അവറുകൾ, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ കുടുംബം, ദൈവം കൊടുത്തതായ ശുശ്രൂഷ എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഈ പ്രാർത്ഥനാ ധുനിയുടെ കർത്താവെ കൂട്ടായ്മകൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടർന്ന് പന്തലിക്കുവാൻ തക്കണം ഈ നാളിൽ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കർത്താവെ ഹല്ലേലൂയ ഇടതടവില്ലാതെ ദൈവസന്നിധിയിൽ കർത്താവെ നിലവിളിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതായ അനേക പ്രാർത്ഥനാ വീരന്മാരെ അവിടുന്ന് ഈ നാളുകളിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ കർത്താവെ ഹല്ലേലൂയ, കേരളത്തിലും ദൈവം എല്ലാ ജില്ലകളിലേക്കും കർത്താവെ ഹല്ലേലൂയ ഈ പ്രാർത്ഥനാ ധ്വനിയുടെ കർത്താവെ ഹല്ലേലൂയ ശാഖകൾ കർത്താവ് എല്ലായിടത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടങ്ങളിലും കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാരതത്തിലുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓരോ ജില്ലകളിലും കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ ഇടങ്ങളിലും കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. വലിയ ദൈവകൃപ ഈ നാളുകളിൽ വ്യാപരിക്കട്ടെ. അനേകർ ഹല്ലേലൂയ വിവിധങ്ങളായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന അനേകർ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ കർത്താവിനെ കണ്ടെത്തുവാൻ കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും പ്രാപിപ്പാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടി എല്ലാ വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. അവിടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അപ്പൊ യേശു കർത്താവിന് വിലയേറിയ നാമത്തിന്റെ പിതാവേ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും വ്യാപിക്കേണ്ടതിന് നമുക്ക് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശേഷിച്ച് നമ്മുടെ കേരള ചാപ്റ്ററിന്റെ ചെയർമാൻ പ്രിയ ഹാർട്ട്ലി പാസ്റ്ററുടെ പിതാവ് ഹൃദയ സംബന്ധമായ അസുഖത്താൽ ഹോസ്പിറ്റലിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. എത്രയും വേഗം പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചു പ്രിയ പിതാവ് ഭവനത്തിൽ വന്ന് മക്കളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ ഇവിടുത്തെ പ്രിയ സാബു ഇവാഞ്ചലിസ്റ്റ് പ്രിയ സാബു തോമസും ശരീരത്തിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നതായിട്ട് ഇപ്പോൾ തന്നെ അറിയിച്ചല്ലോ. പ്രിയ കർത്താവിന്റെ ദാസന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ. നടുവിന്റെ എല്ലാ പ്രയാസങ്ങളും നാം ഇപ്പോൾ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് അദ്ദേഹവും പ്രാർത്ഥിക്കുമ്പോൾ, നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവന് വലിയ സൗഖ്യം ദൈവം പ്രദാനം ചെയ്യേണ്ടതിന് നമുക്ക് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സമാനമായ സങ്കടങ്ങളുടെ വഴിയിലൂടെ ഒക്കെ രോഗികളായ ക്ഷീണിതരായ അനേകർ ഭാരപ്പെടുന്നുണ്ട്. എല്ലാവരെയും ഓർക്കുമ്പോൾ ശേഷാലി ഹാർട്ട്ലി പാസ്റ്ററുടെ പിതാവിന് വേണ്ടി, പ്രിയ സാബു പാസ്റ്റർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ റേനോൾഡ് ബ്രദർ ഈ വിഷയത്തിനായി ദൈവത്തോട് ഇപ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യനിത്യവാനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് അവിടുത്തെ മക്കളാ ഞങ്ങൾ കടന്നു വരുന്നപ്പാ. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. ദൈവമേ, പറയപ്പെട്ട വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ, പൂർണ്ണമായ സൗഖ്യം ദൈവമേ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമായിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ അപ്പാ. അവിടുന്ന് പൂർണ്ണമായ സൗഖ്യം നൽകി
ആ പിതാവിനെ വിടിവിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ രോഗത്താൽ ഭാരപ്പെടുന്ന ഓരോരുത്തരെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതിവേഗം ഓടുന്ന വചനം അയച്ചപ്പ വിടിവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാവചനായി പ്രാർത്ഥിക്കുന്നു. നടുവേദനയാൽ ഭാരപ്പെടുന്ന കേൾപ്പാനിടയായല്ലോ. ദൈവമേ പൂർണ്ണമായി സൗഖ്യം ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങൾ കൂടുതലായി എന്റെ ദൈവത്തോട് ചേർന്നിരിപ്പാത്തക്കവണ്ണ നിന്റെ മകനെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നടുവിൻ്റെതായ എല്ലാ ക്ഷീണങ്ങളിൽ നിന്ന് വിടിവിച്ച് കർത്താവിന് വേണ്ടി കർത്താവേ ഹല്ലേലൂയ ഓടുവാൻ തക്കവണ്ണം നിന്റെ മകനെ സഹായിക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനായി ഭാരപ്പെടുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമാടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കുക. സ്തോത്രം. എനിക്ക് ആ ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആലപ്പുഴ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ വിപ്ലവത്തിന്റെ ഈറ്റില്ലമാണ്, വിപ്ലവങ്ങളുടെ കേന്ദ്രമാണ് ആലപ്പുഴ. നാനാജാതി മതസ്ഥർ തിങ്ങി താമസിക്കുന്ന ഈ പട്ടണം ദൈവത്താൽ പിടിക്കപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഇവിടെയുള്ള എല്ലാ സഭകൾക്ക് വേണ്ടി, വേർപെട്ട എല്ലാ സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ എല്ലാ ദൈവജനവും ദൈവദാസന്മാരും ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഈ പട്ടണം കർത്താവിനാൽ പിടിക്കപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഓരോ സഭകളും വളർച്ച പ്രാപിക്കണം. ആത്മാക്കളെ കൊണ്ട് എല്ലാ സഭകളും നിറയണം. ഈ വളരെ കാലങ്ങളായി പ്രവർത്തിച്ചിട്ട് ആത്മാക്കൾ ചേർന്ന് വരാത്ത നിരവധി സഭകളുണ്ട്. എല്ലാ സഭകളുടെയും വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഓരോരോ സഭകളും ദേശത്ത് അനേക ആളുകൾ പാപികളായി വിവിധ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ അകപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ പ്രാർത്ഥന, ഐക്യതയോടുള്ള പ്രാർത്ഥന ദേശത്തിനൊരു വലിയ വിടുതലായി മാറണം. ഈ വലിയ വിപ്ലവത്തിന്റെ ഈറ്റിലമായ ഈ പട്ടണം കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ ശക്തന്മാരായി കൊണ്ട് നിറയ്ക്കേണ്ടതിന്, പ്രാർത്ഥനാ പടയാളികളെ കൊണ്ട് നിറയ്ക്കേണ്ടതിന് ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഡിനോമിനേഷൻ വ്യത്യാസമില്ലാത്ത എല്ലാ സഭകളെയും ദൈവം വളർത്തേണ്ടതിനായി നമുക്ക് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാത്ത ഒരാൾക്ക് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നപ്പാ, അത്ഭുതം ചെയ്യണമേ. ആലപ്പുഴ പട്ടണത്തെ ഞങ്ങൾ കരങ്ങൾ വഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന്റെ സാന്നിധ്യം ആലപ്പുഴയിൽ കർത്താവ് പട്ടണത്തിൽ ഇറങ്ങണമേ. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കർത്താവ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ആലപ്പുഴയിൽ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റികളിലെല്ലാം കർത്താവ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവെ ഹല്ലേലൂയ. കർത്താവെ പാർട്ടിപരമായിട്ടുള്ള എല്ലാ കർത്താവെ ആൾക്കാർ കർത്താവ് തിങ്ങിപ്പാർക്കുന്ന കർത്താവ് ഈ ആലപ്പുഴ പട്ടണത്തിൽ കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് കർത്താവെ ഓരോ വ്യക്തി ജീവിതങ്ങളെ വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കർത്താവെ ബന്ധക്കോ സഭകളെല്ലാം കർത്താവെ വ്യത്യാസമില്ലാതെ കർത്താവെ ദൈവമെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവചനം വിളിച്ചറിയിക്കുവാൻ തക്കവണ്ണം, ദേശത്തോട് കർത്താവ് സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ഓരോ സഭക്കാരെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവം അങ്ങനെ ചെയ്യുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കർത്താവ് പ്രവർത്തി കർത്താവ് ആലപ്പുഴ പട്ടണത്തിൽ കർത്താവ് വെളിപ്പെടുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേക പാവികൾ മാനസാന്തരപ്പെടുവാൻ, അനേക പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ കർത്താവ് ഈ ദിവസങ്ങൾ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് ധ്വനിയെ കർത്താവെ മാനിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആലപ്പുഴ പട്ടണത്തെ ഞങ്ങൾക്ക് അവകാശമാക്കി തന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നീ എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ ജാതികളെ അവകാശമാക്കി ഭൂമിയുടെ അറ്റത്തോളം കൈവശമാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവെ, ആലപ്പുഴ പട്ടണത്തെ അവകാശമായി ഞങ്ങൾ ചോദിക്കുന്ന കർത്താവ് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഓരോ സഭയിലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവദാസന്മാരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. സത്യവചനം പ്രഘോഷിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗ നല്ല പിതാവേ, ആമേൻ. മൈക്ക് മീട്ട അൺമ്യൂട്ട് ചെയ്തു. സാബു ബ്രദറിന്റെ PS ജോസഫിന്റെ യേശു പറയുന്നത് കേൾക്കാൻ വയ്യ. കേൾക്കാമല്ലോ അല്ലെ? ആലപ്പുഴ പട്ടണത്തിൽ വിവിധ സഭകൾ വാടക വീടുകളിലും സ്വന്തമായിട്ട് ആലയമില്ലാതെ ആരാധന നടക്കുന്ന അനേക ഇടങ്ങളുണ്ട്. ആത്മാക്കൾ കൂടി വരുന്നുണ്ടെന്നാൽ അവരെ ഒന്നിച്ചിരുത്തി ആരാധിക്കുവാനോ ഉള്ള സാഹചര്യങ്ങളും സംവിധാനവും ഇല്ലാത്ത എല്ലാ സഭകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ തീരദേശ ജില്ലയിൽ ദൈവപ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാകണം. വിശേഷിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന തൂക്കുളം സഭയിലും സഭാവുകളില്ല, നമ്മുടെ പലയിടങ്ങളിലും സഭാവുകളില്ല. നമുക്കറിയാവുന്ന എല്ലാ ഇടങ്ങളിലും നല്ല ആലയങ്ങൾ ഉണ്ടാകേണ്ടതിന്, കടന്നു വരുന്നവരെ നല്ല രീതിയിൽ സ്വീകരിച്ച്
പ്രാർത്ഥിക്കാനുള്ള എല്ലാ ക്രമീകരണവും ദൈവം ചെയ്തു തരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സമാനമായ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ സഭകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിലും ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ എല്ലാ ആരാധനാ കേന്ദ്രങ്ങളിലും അനേക നല്ല രീതിയിലുള്ള ആലയങ്ങൾ ദൈവം തുറന്നു തരേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് IPCയുടെ ആലപ്പുഴ സെന്ററിൽ ഒരു സഭാഗോളിന് വേണ്ടി തറക്കല്ലിട്ടിരിക്കുന്നു. അതിന്റെ പ്രവർത്തനവും അതിന്റെ നിർമ്മാണവും ഒക്കെ ഏറ്റവും ഭംഗിയായി പുരോഗതി പ്രാപിപ്പാനായി ഈ പട്ടണത്തിന്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. സാവു ബ്രദർ പ്രാർത്ഥിക്കും. പഴവിടം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. പ്രാർത്ഥനാധ്വനി ആലപ്പുഴ കർത്താവെ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഈ രാത്രിയിൽ നടക്കുന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസൻ പറഞ്ഞ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവെ, ഈ കർത്താവെ ആലപ്പുഴ ജില്ലയിൽ അനേകർ കർത്താവെ വാടക വീടുകളിൽ കർത്താവെ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. അവർക്കൊക്കെ നല്ല മനോഹരമായ ആലയവും പാഴ്സനേജും ദൈവം നൽകി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ പൂക്കോളം സഭ കർത്താവെ ഒരു ആലയത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചല്ലോ. ആ തൂക്കോളം സഭയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നല്ല മനോഹരമായ ഒരു ആലയം ആ തൂക്കോളം കർത്താവെ സഭയ്ക്ക് ദൈവം നൽകി കൊടുക്കുമാറാകണമേ. അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ അനുഗ്രഹിക്കണമേ. അവിടെയുള്ള ദൈവമക്കളെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ആലപ്പുഴ IPC ആലപ്പുഴ വെസ്റ്റ് സെന്റർ കർത്താവെ, ആ സെന്ററിന്റെ പൊതുവായ ഒരു ആലയത്തിനും കർത്താവെ പാഴ്സനേജും ഓഫീസിനും എല്ലാം കൂടി കഴിഞ്ഞ ദിവസം കർത്താവെ തറക്കല്ലിടുവാൻ തക്കോണം തിരുവമ്പാടിയിൽ ഇടയായി. കർത്താവെ, തുടർന്ന് അതിന്റെ പണികൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കുമാറാകണമേ. അതിന്റെ പണി എത്രയും പെട്ടെന്ന് നടന്നത് പൂർത്തിയാകുവാൻ, അത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനൊക്കെ ദൈവം സഹായിക്കണമേ. അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങനെ കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ സഭകളുടെ വ്യത്യാസം കൂടാതെ അനേകർക്ക് കർത്താവെ സഭയില്ലാതെ ആലപ്പുഴ ജില്ലയിൽ തീരദേശത്ത് കർത്താവെ മറ്റിടങ്ങളിലൊക്കെ കർത്താവെ സഭയില്ലാത്തവരുണ്ടല്ലോ. കർത്താവെ, സഭയുണ്ടെങ്കിൽ അവർക്ക് പാഴ്സനേജ് ഇല്ലാത്തവരുണ്ടല്ലോ. ഇവരെല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. പാഴ്സനേജ് ഇല്ലാത്തവർക്ക് പാഴ്സനേജ് കൊടുക്കണം, സഭയില്ലാത്തവർക്ക് സഭയും പാഴ്സനേജും കർത്താവ് നൽകി കൊടുക്കുമാറാകണമേ. അതിനുള്ള വഴികളെ ദൈവം തുറന്നു കൊടുക്കണമേ. സാമ്പത്തിക നന്മകളെ കർത്താവ് അവരുടെ കരങ്ങളിൽ എത്തിക്കുമാറാകണമേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് ഈ സഭകൾക്കെല്ലാം വേണ്ട ആലയവും പാഴ്സനേജും എല്ലാം ദൈവം നൽകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഇന്ന് പകലിൽ ആലപ്പുഴയിൽ നമ്മുടെ തീരദേശത്ത് 13 വയസ്സുള്ള ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. കാരണം അവന്റെ വിദ്യാഭ്യാസ സമയത്ത് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അവൻ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ അതിനുള്ള ഭയം കൊണ്ട് ഒരു പൈതല് 13 വയസ്സുകാരനെ ആത്മഹത്യ ചെയ്തു. സമാനമായ സംഭവങ്ങൾ നമ്മുടെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകൾ അപ്രകാരം നാശത്തിലേക്കും ദോഷത്തിലേക്കും വഴുതി വീഴാതെ, ശത്രു അവരെ വഴിതെറ്റിക്കാതെ, ദുഷ്ടനായൻ അവരെ കാണാതെ അവരെ കർത്താവിന്റെ കരങ്ങളിൽ വഹിക്കേണ്ടതിന് വളർന്നു വരുന്ന പ്രായത്തിൽ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവരും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തോട് പറയുന്നവരുമായി നമ്മുടെ തലമുറകൾ വളർന്നു വരേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സമയം തീരാൻ പോകുകയാണല്ലോ. കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നു. അനേക കുടുംബങ്ങൾ തകരുന്നു. തീരദേശത്തെന്നല്ല, നമ്മുടെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ അനേക കുടുംബ ബന്ധങ്ങൾ തകരുന്നു. അപ്രകാരം തകരുന്ന കുടുംബ ബന്ധങ്ങളിൽ കഷ്ടങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. മാതാപിതാക്കൾ ബന്ധം വേർപിരിയുന്ന മുഖാന്തരം അനേക കുഞ്ഞുങ്ങൾ സങ്കടങ്ങളും നിരാശകളും അനുഭവിക്കുന്നു. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകരാതെ ദൈവം കാക്കേണ്ടതിന് കുഞ്ഞുങ്ങളുടെ ആത്മഹത്യയും തെറ്റായ വഴിയിൽ നിന്ന് അവരെ വിടുവിച്ച് മയക്കുമരുന്നിന്റെ സ്വാധീനം അനേക കുഞ്ഞുങ്ങളെ തെറ്റിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അപ്രകാരം ദോഷ വഴിയിൽ നിന്നും വഴുതി വീഴാതെ ദൈവത്തിന് ഇഷ്ടമുള്ള തലമുറകളായി തീരേണ്ടതിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ അന്ന് സ്ഥിരീകരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾക്ക് ഈ വിഷയത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, പ്രധാനമായി തന്നെ ഞങ്ങളുടെ തലമുറകളുമായി കർത്താവെ ഞങ്ങളുടെ സ്ഥലിലേക്ക് അടുത്തിരുന്നു അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഞങ്ങൾ ലോക സംഭവങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ കാതുകൾ കേൾക്കുമ്പോൾ കർത്താവെ, ഹല്ലേലൂയ, ഹൃദയഭേദമായ വേദന നിറഞ്ഞ ഓരോ വിഷയങ്ങളുമായി ഹല്ലേലൂയ ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പാദപീഠത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ വെക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്മേലും കർത്താവ് ദുഷ്ടൻ പ്രവർത്തിക്കുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങ് ഞങ്ങൾ ദാനമാക്കുന്ന തലമുറകളാണ് പറ്റ, അങ്ങ് ദാനമാക്കുന്ന സമ്മാനമാണ് കർത്താവെ. അല്ലെങ്കിൽ ഞങ്ങളുടെ നന്മയ്ക്ക് ഉത്തരവാദി അങ്ങ് ആയിരിക്കാൻ കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അല്ലെങ്കിൽ ആ സ്തോത്രം ദൈവത്തിന്റെ മറുപടി ഞങ്ങൾക്ക് സന്തോഷിക്കാൻ അപ്പച്ച അങ്ങയുടെ ആക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിദ്യ, ദൈവിക ജ്ഞാനത്താൽ, ദൈവിക കൃപയാൽ, പരിശുദ്ധാത്മാഭിഷേകത്താൽ ഞങ്ങളുടെ ഓരോ കുഞ്ഞിനും നിറയപ്പെടുവാൻ അപ്പച്ച അങ്ങയുടെ ആക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രക്ഷകനെ കണ്ടിട്ട് വലിയ ആ സ്തോത്രം അറിഞ്ഞിട്ട് അറിയാതെ പോലെ ജീവിക്കുന്ന അനേകരുണ്ട് കർത്താവെ. നിലവാസമായ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പൂർണ്ണമായി അനുസരിക്കുന്ന മക്കളുമാരാ ചെയ്യുവാൻ അപ്പച്ച അങ്ങയുടെ ആക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയില്ല കർത്താവെ. അങ്ങക്ക് സകലവും സാധ്യമാണല്ലോ കർത്താവെ. അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ തലമുറകളെയും ഞങ്ങളുടെ പേര് വരാ, ഞങ്ങളുടെ സഭയായി, കുടുംബമായി, വ്യക്തിപരമായി ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം കർത്താവ് ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങൾ മേലും ഞങ്ങളുടെ അഭിഷേകത്തെ നിറയ്ക്ക് മാറണമേ. ആ ശിഷ്യമാരിയെ ചൊരി മാറണമേ. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവെ, ഉത്തൻ ശുശ്രൂഷ നിറയുന്ന കർത്താവെ, കൃപവരങ്ങളാ നിറഞ്ഞ സ്വർഗത്തിന്റെ സകല ആത്മീയത നിറഞ്ഞു ശോഭിക്കുന്ന അങ്ങയ്ക്ക് വേണ്ടി കർത്താവ് ഞങ്ങളുടെ ഉള്ളത്തിൽ പ്രസാദമുള്ള മക്കളുമാരായി അല്ലെങ്കിൽ ഈ തലമുറ അനുഗ്രഹപ്പെട്ട തലമുറ എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവെ അനേക കർത്താവെ അങ്ങ് വാർത്തെടുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് സ്വർഗം അല്ലെങ്കിൽ ശ്രദ്ധ വെച്ച് കേട്ടനാ സ്തോത്രം. സകല അപ്പച്ചന്റെ പൊന്നേശ്വരിയുടെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പാസ്റ്റർ മോട്ടോ ഓണാക്കില്ല. പിതാവേ, നല്ല രാത്രിക്കായി വീണ്ടും നന്ദി പറയുന്നു. കർത്താവെ, തിരുവചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ അഭിഷേകം ചെയ്യണമേ. ദൈവകൃപ പകരണമേ. കേൾക്കുന്ന ശബ്ദം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. വരും കാലങ്ങളിൽ വിശ്വസ്തയോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് വിടുതലും മറുപടിയും പ്രാപിപ്പാൻ ഇതിൽ പങ്കെടുത്തവരെയും പങ്കെടുക്കാത്തവരെയും ദൈവം സഹായിക്കണമേ. തുടർന്ന് അല്പസമയം തിരുവചനത്തിനായി ഞങ്ങൾ കാതോർക്കുന്നു. ദൈവനെ സംസാരിക്കുന്ന ദാസനെ ശക്തീകരിക്കണമേ. അല്പം കൊണ്ടും അധികം കൊണ്ടും ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശക്തി അവിടുത്തെ ദാസനോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. രീതിയിൽ നമ്മളെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത PS ജോസഫ് ദേവദാസനുള്ള നന്ദിയെ അറിയിക്കുന്നു. ഒത്തിരി വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ സമയം പാലിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ചില മിനിറ്റുകൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ശ്രമിക്കാനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതിനായി നമ്മൾ ആലപ്പുഴ യൂണിറ്റിന്റെ മിഷൻ കോർഡിനേറ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ജൂബി ചെറിയാൻ അവരുകളെ മുൻപോട്ട് ക്ഷണിക്കുന്നു. അദ്ദേഹം 8:55 വരെയുള്ള സമയത്ത് അദ്ദേഹം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. ദേവദാസൻ മുൻപോട്ട് ശുശ്രൂഷിപ്പാനായിട്ട് മുമ്പോട്ട് ക്ഷണിക്കുന്നു. ജൂബി പാസ്റ്റർ. ആലപ്പുഴ പ്രാർത്ഥനാ ധ്വനിയുടെ ഒരു മീറ്റിംഗായി, ഒരു ഗൂഗിൾ മീറ്റിംഗായി നമുക്ക് ഒന്നിച്ച് കൂടി വരുവാൻ കർത്താവ് എനിക്ക് അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മുൻപിൽ സമയം വളരെ കുറവാണ്. എങ്കിലും സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം എന്നുള്ള ദൈവിക വാഗ്ദത്തം അനുസരിച്ച് ചില മിനിറ്റുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ചെറിയൊരു മെസ്സേജ് തരുവാൻ ആഗ്രഹിക്കുന്നു. അല്പനേരത്തേക്കായി എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം കേൾക്കാലോ അല്ലേ? കേൾക്കാം. ഓക്കെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. നമ്മുടെ വിഷയം തന്നെ പ്രാർത്ഥന ധ്വനിയാണ്. നമ്മുടെ അനുഗ്രഹീതനായ ഇതിന്റെ മെയിൻ ചെയർമാൻ പ്രൈസ് ദി ലോർഡ് ഗുജറാത്തിലെ ദൈവദാസൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ദർശനമാണിത്. അത് ആലപ്പുഴ മറ്റ് ജില്ലകളിലേക്കൊക്കെ കഴിഞ്ഞ നമുക്ക് കണ്ടു. ഖത്തറില്, അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് ഇത് ദുബായില് ഒക്കെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങൾ വരെ മനസ്സിലാക്കി തുടങ്ങി പ്രാർത്ഥന എന്താണെന്നും പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നും.
നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഇന്ന ഒരു സമയമൊന്നുമില്ല. കാലത്ത് പ്രാർത്ഥിക്കാം, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാം, വൈകിട്ടും പ്രാർത്ഥിക്കാം, ഏതു നേരത്തും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആത്മാവിലായിരിക്കണം. നമുക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാം, രാവിലെ എഴുന്നേക്കാം. പണ്ട് ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ പ്രഭാതം കാണാൻ ഇടയാക്കി തരണേ. എന്നുവെച്ചാൽ പകൽ എനിക്ക് വേറെ പരിപാടിയുണ്ട്, അതുകൊണ്ട് രാത്രി പേടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയം. പക്ഷെ ഇന്ന് ആ പ്രാർത്ഥന മാറി വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പ്രാർത്ഥനയുടെ സമയത്തിന് വ്യത്യാസം വന്നു. 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 5 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച സമയം അത്രയും സമയം കിട്ടുന്നില്ല. പ്രാർത്ഥന ആത്മാവിലായിരിക്കണം. വചനം പറയുന്നുണ്ട്, ഞാനൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. ഒരിശലോ അപേക്ഷിക്കുന്നത് ഒന്നും ആഗ്രഹിക്കുന്നത് വേറൊന്നും ആകരുത്. ഞാൻ ഈ വിഷയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു ആലോചന തന്നു. അത് ഇവിടെ പറയാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ലെങ്കിലും ദൈവാത്മാവ് തന്നുകൊണ്ട് ഞാനത് പറയും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. നമ്മുടെ ആലപ്പുഴ ചാപ്റ്ററിലെ ആളുകളെല്ലാം ഓർത്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം കുഞ്ഞോൻചാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ സമയം ഇന്ന് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ 6:30 ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്ത് എത്തിയുള്ളൂ. ഭയങ്കര ക്ഷീണം, ഉറങ്ങിയിട്ടില്ല ട്രെയിനില്. എങ്കിലും ആ ദൈവദാസന്റെ വാക്കിനെ മാനിച്ച് ഞാനത് മുഴുവനും പറയാതെ ഏറ്റെടുക്കുകയാണ്. അപ്പൊ ദൈവാത്മാവ് എനിക്ക് കാണിച്ചത് ഒരു ആലോചന. എനിക്കറിയത്തില്ല, ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നമ്മുടെ ആലപ്പുഴ ചെയർമാന്റെ ഓടുള്ള ബന്ധത്തിൽ ആ വീട്ടിൽ എന്തൊക്കെയോ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാനാഗ്രഹിക്കും. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് എന്നെ കാണിച്ചൊരു വെളിപ്പാടാണ്. അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ടതാണ്. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഈ ദിവസങ്ങളിൽ അവർ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ മാത്യു ബെഞ്ചമിൻ പാസ്റ്റർ നിങ്ങളുടെ വീട്ടിനകത്ത് ചില ദൈവപ്രവൃത്തി ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവിനെ കാണിച്ചത് അസാധാരണമായ ഒരു വിടുതൽ. അത് ചെയ്യും. നമ്മളത് വിശ്വസിക്കുക. നമ്മളിവിടെ കണ്ടു, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിക്കും. പ്രാർത്ഥനയിൽ ഒരു പൂർണ്ണ സ്ഥിരത. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, ഞാൻ പലരും എന്നോട് പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ അറിയോ? ഒരുവട്ടം കണ്ടിട്ട് പറയും പ്രാർത്ഥിക്കാം. രണ്ടാമത് അദ്ദേഹത്തെ എന്നെ അറിയോ? അറിയത്തില്ല, ഓർമ്മയില്ല എന്ന് പറയും. ഞാൻ പ്രാർത്ഥിക്കാൻ ഏറ്റെടുത്താൽ ആ വിഷയം പ്രാർത്ഥിച്ചിരിക്കും. അത് എന്നോടൊരു വിഷയം ഒരാൾ പറഞ്ഞാൽ ആ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുന്ന തീരുമാനത്തെ നമ്മൾ ഉറച്ചു നിൽക്കണം. നമുക്ക് കിടന്ന് പ്രാർത്ഥിക്കാം, മുഴങ്കാല് മടക്കി ഇരുന്ന് മുട്ടുകുത്തി. കഴിഞ്ഞ ദിവസം സെൻട്രൽ പാസ്റ്റർ ഇവിടെ ശുശ്രൂഷിക്കാൻ വന്നപ്പോ പറഞ്ഞു, ഞാൻ ഇന്നും മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. അതിന്ന് നിലത്ത് കുത്താൻ മേലെ അദ്ദേഹം കട്ടിലേല് മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. അതേസമയം എന്നോട് പറഞ്ഞാൽ എനിക്കിപ്പോ അത് കഴിയത്തില്ല. പക്ഷെ അങ്ങനെയും പ്രാർത്ഥിക്കാം. കിടന്ന് പ്രാർത്ഥിക്കാം, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് പല നിലകളുണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ചിലർ നമ്മളോട് പറയും പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് എന്നോടൊരു സഹോദരി വന്നിട്ട് പറഞ്ഞു, പക്ഷെ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം.
ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെവിടെ? എനിക്കൊരു ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളും കൂടെ വന്നാൽ ഞാൻ നിങ്ങളുടെ മോന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ പ്രാർത്ഥന പലരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് എന്റെ മോന് വിടുതലെന്ന്. അതല്ല, എന്റെ വിഷയം ഞാൻ മുഴങ്ങാനും കിടക്കണം. ഇയ്യോബ് എന്ത് ചെയ്തു? തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയത്. ഇവിടെ ഇന്ന് നമ്മള് ചില വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. ഈ ആലപ്പുഴ ചാപ്റ്ററിന്റെ പ്രവർത്തനത്തെ കർത്താവ് ഒരു വിസ്താരത്തിലേക്ക് കൊണ്ടുപോകും. ഒരു ദൈവപ്രവൃത്തി കർത്താവ് നമ്മുടെ പ്രാർത്ഥനയാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം ഒരു മറുപടി തരിക തന്നെ ചെയ്യും. നമുക്കെടുക്കാം ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം. അതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാൽ വളരെ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു. അതിൽ എടുത്തിട്ടുണ്ടോ? എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞ് അവൻ വീട്ടിൽ അവന്റെ മാളിക മുറിയുടെ കിളിവാതിക്കൽ അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മതി. നിർത്തിക്കോ. അപ്പൊ അവൻ മുൻപ് എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. പ്രതികൂലമില്ലാത്തപ്പോഴും പ്രതിസന്ധി ഇല്ലാത്തപ്പോഴും അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അല്ലാതെ പ്രതികൂലം വന്നപ്പോ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാതിരുന്നതല്ല. സന്തോഷമുള്ളപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദാനിയേൽ മുൻപേ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കും. മുൻപേ പ്രാർത്ഥിക്കുന്നവരെ പ്രതികൂലം വരുമ്പോ പ്രാർത്ഥിക്കാൻ തോന്നത്തുള്ളൂ. പ്രാർത്ഥന രോഗികളെ സൗഖ്യമാക്കും. പ്രാർത്ഥന വലിയ അത്ഭുതങ്ങൾ ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ തോന്നുന്നു നിങ്ങളോട്, കഴിഞ്ഞ ദിവസം ദൈവാത്മാ പറഞ്ഞു, നീ മരണത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു ചർച്ച. അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി താഴേക്ക് കയറുമ്പോ പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഇന്നലെ നിന്നെ കാണിച്ച ആ മരണ സഭയിൽ നിന്ന് നീങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് രാവിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരുങ്ങി, സെൻട്രൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറാൻ ഒരുങ്ങുമ്പോ വീട്ടിൽ നിന്നൊരു ഫോൺ. ചർച്ചിലെ ഒരു വിശ്വാസിയെ പെട്ടെന്ന് ശരീരം തണുത്തു, ഐസായി പോയി, ഓടി വരണം. ഞാൻ അവിടെ ഓടി ചെന്നപ്പോ അദ്ദേഹത്തിന് ഒരു അനക്കവും ഇല്ല. ആ ആന്റിയെ പൊക്കിയെടുത്ത് ഞാൻ കാറിൽ ഇരുത്തി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഐസിയുവിൽ കയറ്റി. ശക്തമായി പ്രാർത്ഥിച്ചപ്പോ നോർമലായപ്പോ പുള്ളിക്കാരി ഐസിയുവിൽ വിളിച്ചു പറഞ്ഞു, പുറത്ത് പാസ്റ്റർ ഉണ്ടോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ, എനിക്ക് സൗഖ്യം നടക്കും. ഞാൻ ഓടിച്ചെന്നു. ഡോക്ടർ, ഹാർട്ടിന്റെ നോക്കുന്ന ഡോക്ടർ അവിടെ നിൽക്കുന്നു. ഡോക്ടറിനെ ഞാൻ ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ? ഡോക്ടർ ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്റിക്ക് അത്ഭുതം നടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആന്റി, പാസ്റ്ററുടെ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന ആന്റിയെ വിടുവിച്ചതാന്ന് പറഞ്ഞു. ആന്റിക്ക് ഉണ്ടായിരുന്ന സകല രോഗങ്ങൾ മാറിപ്പോയി. എന്നോടും ഡോക്ടർ ചോദിച്ചു,
പാസ്റ്റർ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ പേഷ്യന്റ് സൗഖ്യം പ്രാപിച്ചെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ പോകാനിരിക്കുക. അപ്പൊ ഡോക്ടർക്ക് വരെ മനസ്സിലായി പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്ന്. നമ്മൾ പ്രാർത്ഥിച്ചാൽ ചില അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ചില വിടുതലുകൾ നടക്കും. ദാനിയേൽ എന്ത് ചെയ്തു? മുൻപ് ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുഴങ്കാല് മടക്കി പ്രാർത്ഥിച്ചു. യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടാണ് പ്രാർത്ഥിച്ചത്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങളും പശ്ചാത്തലവും അറിയാം. പ്രൈസ് ദി ലോർഡ്. അവനെതിരെ എഴുതിയ രേഖകൾ വരെ തിരുത്തി എഴുതിയെന്ന ഒരു പ്രാർത്ഥനയ്ക്ക് നിനക്കെതിരെ നിൽക്കുന്ന ചില രേഖകളെ തിരുത്തി എഴുതാൻ കഴിയും. ദൈവാത്മാവ് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നമുക്കെതിരെ ഇന്ന് ഈ സൂമിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോട് ദൈവാത്മാവ് പറയുന്നു, നമുക്കെതിരെ നിൽക്കുന്ന ചില രേഖകൾ, നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ സഭയ്ക്കെതിരെ, നമ്മുടെ ദേശത്തിനെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില രേഖകളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില രേഖകളെ തമ്പുരാൻ ഈ ദിവസങ്ങളിൽ തിരുത്തി എഴുതും. എത്ര പേരത് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥനയ്ക്ക് രേഖകളെ തിരുത്തി എഴുതാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് സ്ഥിതിയെ മാറ്റാൻ കഴിയും. നമ്മൾ വായിച്ചതുപോലെ എന്റെ മുൻപിൽ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ വായിച്ചത്? പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ആത്മാവിലായിരിക്കണം. നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പ്രാർത്ഥിച്ച് അങ്ങനെ പൊട്ടിയത് നമുക്ക് കാണും. നമുക്ക് എതിരെ ബന്ധിച്ചിരിക്കുന്നത്, നമ്മുടെ ശരീരത്തെ ബന്ധിച്ച ചങ്ങലകളെ പൊട്ടിക്കാൻ, അടിസ്ഥാനത്തെ കുലുക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോ മഴ പെയ്യാതെ ഇരുന്നു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ മഴ പെയ്തെന്നും കാണുന്നുണ്ട്. ഏലിയാവിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോ പെട്ടെന്ന് എനിക്കൊരു ചിന്ത വന്നു. ഞാൻ അതും കൂടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാന് വാടകയ്ക്ക് 10-12 വർഷം താമസിക്കുന്നത്. ഞങ്ങളൊരു രാത്രി അരിയില്ലാതെ ഭാരപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് ഒരു മനുഷ്യരെ ഇവിടെ പരിചയമില്ല, ഒരു പെന്തക്കോസ്തുകാരെ അറിയത്തില്ല, ഒരു ക്രിസ്ത്യാനികളെ അറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അരിപ്പാട്ട് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. ചങ്ങനാശ്ശേരിയിലെ ഒരു വ്യക്തിക്ക് ദർശനം കൊടുത്തു. ഇന്നടത്ത് താമസിക്കുന്ന വ്യക്തി ഇന്ന് രാത്രി അരിയില്ലാതെ ഭാരപ്പെടുന്നു, അവർക്ക് കൊണ്ട് അരി കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരാളുടെ മേടിച്ചു കൊടുത്തുവിട്ട് ഞങ്ങളുടെ വീട്ടിൽ അരിയായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച ആ വ്യക്തി അരിപ്പാട്ടിൽ അരിയിട്ടതാ. ഇന്ന് വരെ തീരാൻ അനുവദിച്ചില്ല. അന്നെടുത്തൊരു തീരുമാനമാണ് ഞങ്ങളുടെ സഭ എല്ലാ സൺഡേയിലും വരുന്നവർക്ക് ആഹാരം കൊടുത്തോളാം. 22 വർഷമായിട്ട് അത് മുടങ്ങാതെ ചെയ്യാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥിച്ചാൽ എവിടുന്ന് അത്ഭുതം വരുമെന്നറിയാമോ? നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം വെളിപ്പെടുത്തേണ്ടവരെ വെളിപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ആത്മാവിൽ പ്രാർത്ഥിക്ക്. ഈ ദിവസങ്ങളിൽ മടുത്തു പോകാതെ 18:1 ലൂക്കോസ് 18:1 പ്രാർത്ഥനയ്ക്ക് മടുപ്പുണ്ടാവില്ല. ഈ വചനം പറയുന്നു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെയും ജാതി നീങ്ങിപ്പോകത്തില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പ്രാർത്ഥന ചില ദൈവപ്രവൃത്തി കാണുവാൻ കഴിയും. ഈ പ്രാർത്ഥന, ഈ ആലപ്പുഴ ചാപ്റ്ററിൽ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് ഒന്നിച്ചു കാണുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ചെന്ന ദൈവകൃത്യന്മാർക്ക് നന്ദി അറിയിക്കുന്നു. ഒത്തിരി സമയം പോയെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കുക. ഗോഡ് ബ്ലസ് യു. മൈക്ക് ഓണാക്ക്. ബെഞ്ചോൻ പാസ്റ്റർ മൈക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിന്റെ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന വിടുതലിനെ കുറിച്ച് നമുക്ക് കേൾപ്പായിടയായിത്തീരുന്നല്ലോ. സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും ജീവശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒരു നിമിഷമില്ലെങ്കിൽ നമ്മൾക്ക് ആർക്കും വിശ്വാസം നിലനിൽക്കാൻ സാധ്യമല്ല. ഇന്നുവരെയും ദൈവം നമ്മെ നടത്തിയത്, നമ്മെ മാനിച്ചത്, ഉയർത്തിയതല്ല, നമ്മുടെ കഷ്ടതകളിലെല്ലാം കൂടെ ഇരുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഇന്ന് നമുക്കിങ്ങനെ ഓൺലൈനായി ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. നല്ല വചനങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേ. നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും, ഹാർഡ്ലി സാമുവൽ പാസ്റ്ററോ മനോജ് പാസ്റ്ററോ അതല്ല എങ്കിൽ ഇതിന്റെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ ഒരു എന്തൊരു ഉപദേശം ഞങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് തരണമെന്ന് ഓർപ്പിക്കുകയാണ്. ഹാർഡ്ലി പാസ്റ്റർ ഉണ്ടെങ്കിൽ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഉത്തരവാദിത്തപ്പെട്ടവർ? കേരള ചാപ്റ്ററിന്റെയോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഹലോ ആരോ പ്രൈസിലോട് പറഞ്ഞു. പാസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വേണ്ട ഉപദേശങ്ങൾ തരാം. എൻ്റെ പേര് ജോജോ മാത്യു എന്നാണ്. എൻ്റെ സ്ഥലം ചെങ്ങന്നൂര്. ഞാൻ ഇപ്പോഴായിരിക്കുന്നത് ഗുജറാത്തിലാണ്. കൃത്യമായ പ്രാർത്ഥനാ വിഷയം നമ്മുടെ വെർച്വൽ കൺവെൻഷന്റെ കാര്യം ഓർത്ത് പ്രാർത്ഥിക്കണം. ഒക്ടോബർ മാസം, ഈ മാസം അവസാനമാണ്, 3 ദിവസം. ആ വിഷയത്തെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ആ വിഷയത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൺവെൻഷൻ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആന്റണി പാസ്റ്റർ ഉണ്ടോ? പാസ്റ്റർ ആന്റണി. ആന്റണി പാസ്റ്റർ ഒരു വാക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒരു വാക്ക് എല്ലാവർക്കും നന്ദി പറയുന്ന, അത് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു വാക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നന്ദി പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഈ പ്രാർത്ഥന ധ്വനിയുടെ ഈ സായന സമയത്ത് ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ കടന്നു വന്ന് ഈ സൂം മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ ദൈവഭക്തന്മാർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ സൂം മീറ്റിംഗിലായിരുന്നതായ അധ്യക്ഷൻ, ഇത് പ്രാർത്ഥന ലീഡ് ചെയ്തതായ, പ്രസംഗിച്ചതായ, അല്ലെങ്കിൽ ഗാനശുശ്രൂഷ ചെയ്തതായ മറ്റ് എല്ലാ പ്രാർത്ഥനാ സഹകാരികൾ, ഇതിൻ്റെതായ ഭാരവാഹികൾ എല്ലാവരും ഇപ്പോൾ ഗുജറാത്തിന്റെ പ്രദേശത്ത് നിന്ന് ഓൺലൈനിൽ വന്നതായ പ്രിയ ഭൃത്യനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. തന്റെ പ്രാർത്ഥന വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. സ്തോത്രം. ഇത്രത്തോളം പ്രാർത്ഥനാ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുവാൻ കരുതിയിൽ ഈ സൂം മീറ്റിങ്ങിനെ യാതൊരുവിധ നെറ്റിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും കൂടാതെ ഈ പ്രാർത്ഥന മീറ്റിങ്ങും അവസാനം വരെയുള്ളതായ ശുശ്രൂഷകൾ ഓരോന്നും അങ്ങയുടെ കൃപയിൽ സാന്നിധ്യത്തിൽ നിറച്ചതിനായ സ്തോത്രം. തുടർന്നും കർത്താവേ ഇതുപോലുള്ളതായ മീറ്റിങ്ങുകൾ, ഇതുപോലുള്ളതായ ഓരോ ശുശ്രൂഷകളും ഭംഗിയായി നിറവേറ്റുവാൻ തക്ക രീതിയിൽ ഇത് കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ആലപ്പുഴയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇതിൻ്റെതായ വ്യാപ്തി വിശാലമാകുവാൻ തക്ക രീതിയിൽ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, കൂടെ ഇരുന്നല്ലോ. നിന്റെ മക്കളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ചയക്കുന്നതിനായ സ്തോത്രം പറയുകയാണ്. പ്രാർത്ഥന അപേക്ഷ യാചനയും കേട്ടതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് ജീവൻ വെടിഞ്ഞ കർത്താവ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രാർത്ഥനാധ്വനിയുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, കേരള ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളും, ആലപ്പുഴയുടെ പ്രവർത്തനങ്ങളെയും ആമേ സ്തോത്രമായി അനുഗ്രഹിച്ചനായി നന്ദി. ആമേ കർത്താവ് അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേ. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ജോയിൻ ചെയ്യുവാൻ ദൈവം ഇടയായി തീരട്ടെ.